നമസ്കാരം. എൻ്റെ എല്ലാ സർഗദൃശ്യ കുടുംബാംഗങ്ങൾക്കും മനസ്സിൽ പതിഞ്ഞത് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡയാന ബിനീഷ്. ഇന്ന് മനസ്സിൽ പതിഞ്ഞത് എന്ന പരിപാടിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ബിന്ദു കിളിവയൽ എഴുതിയ മനസ്സിലൊരു തീർത്ഥയാത്ര എന്ന കഥയാണ്. ജീവിതം മരവിച്ചു തുടങ്ങി. നാളുകൾ എണ്ണി ശിഷ്ടകാലം കഴിച്ചുകൂട്ടുക എത്ര വേദനാജനകമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വിധി തന്ന അനുഗ്രഹമാണോ എന്ന് മിക്കവാറും തോന്നിയിട്ടുണ്ട്. വയസ്സ് 60 എങ്കിലും ഇപ്പോഴും പണ്ടത്തെ പോലെ എല്ലാ ജോലികളും സ്വയം ചെയ്യുന്നു. മക്കളില്ലാത്തതും ഉള്ളതും ഒരുപോലെയാണ്. മകളെ വിവാഹം കഴിച്ചു വിട്ടു. മോൻ ഭാര്യ വീട്ടിൽ അസുഖം. അച്ഛനും അമ്മയും തനിച്ചാണ്. ഭർത്താവിൻ്റെ പണ്ടത്തെ വീരസാഹസിക കഥകൾ കേട്ട് മടുത്തു. ഇപ്പോഴും വയ്ക്കുന്ന ചോറിനും കറിക്കിനും സ്വാദില്ല എന്ന് പറഞ്ഞ് സ്ഥിരം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മടുത്തു. ഒരു അയൽക്കൂട്ടത്തിൽ ചേരാമെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഇഷ്ടമില്ല. ചില ദിവസങ്ങളിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ മാത്രമാണ് മനസ്സിനൊരു സന്തോഷം. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? മധുമതി എഴുന്നേറ്റ് മുടി വാരിക്കെട്ടി. അപ്പോഴേക്കും ഭർത്താവും എഴുന്നേറ്റിരുന്നു. കാപ്പി ഇട്. കേട്ടുമടുത്ത സ്ഥിരം പല്ലവി. ഒന്ന് മുഖം പോലും കഴുകണ്ട, അതിനു മുൻപ് കാപ്പി. അരിശത്തോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു. കാപ്പി ഇട്ട് കൊടുത്തതിന് ശേഷം സമാധാനത്തിൻ്റെ വാഷ്റൂമിലേക്ക് നടന്നു. വീണ്ടും പതിവ് ജോലികൾ. ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു. മനസ്സിൻ്റെ ആഗ്രഹം പോലെ ദൈവം ഒരു രോഗവും കൂട്ടിന് തന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇനി എപ്പോൾ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഫ്രിഡ്ജ് തുറന്ന് അവർ പച്ചക്കറികളെടുത്ത് പുറത്തേക്ക് വെച്ചു. ആകെ മടുത്തുപോയ മനസ്സ്. പെട്ടെന്ന് കണ്ണുകൾ ഫ്രിഡ്ജിന് മുകളിൽ ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോയിൽ ഉടക്കി. അതുവരെ മനസ്സിനെ മതിച്ചിരുന്ന എല്ലാ വിഷമങ്ങളും മാറി. ഒരു ചിരിയോടെ ആ ഫോട്ടോ എടുത്ത് തൻ്റെ കവിളോട് ചേർത്തു. തൻ്റെ ജീവനാണ് ഈ ഫോട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. നെറ്റിയിലുള്ള ചന്ദനക്കുറിക്ക് പോലും എത്ര അഴകാണ്. കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നു. മഴ പെയ്ത് തോർന്ന ഇടവഴിയിൽ കൂടി നടക്കുമ്പോൾ ഉയർന്ന തിട്ടകളിൽ മഴത്തുള്ളികൾ കാണാം. ഈ കണ്ണുകൾ ആ മഴത്തുള്ളിയെ ഓർമ്മിപ്പിക്കുന്നു. എത്ര ഭംഗിയാണ് ഈ മുഖം. ഇത് കാണുമ്പോൾ മാത്രമാണ് ജീവിക്കാൻ തോന്നുന്നത്. എത്ര നോക്കി നിന്നാലും മടുപ്പില്ല. ഇച്ചിരി വെള്ളം ഇങ്ങെടുക്ക്, ഗുളിക കഴിക്കട്ടെ. ഭർത്താവിന് ശബ്ദം കേട്ട് അവൾ ആ ഫോട്ടോ തിരികെ ഫ്രിഡ്ജിന് മുകളിൽ വെച്ചു. തൂവുള്ള സാരിയിൽ അങ്ങിങ്ങും ഗോൾഡൻ പൂക്കൾ നിറഞ്ഞ പച്ച ബോർഡറിലുള്ള സാരി ഉടുത്ത തൻ്റെ സ്വന്തം ഫോട്ടോയിലേക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവൾ അടുക്കളയിലേക്ക് പോയി. ഇതൊരു ചെറുകഥയാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ഒരു മാനസിക വ്യഥയാണ് ഈ കഥയിലൂടെ വിവരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നല്ല നല്ല കഥകൾ എഴുതാൻ ബിന്ദു കിളിവയലിന് ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം എൻ്റെ എല്ലാ സർഗദൃശ്യ കുടുംബാംഗങ്ങൾക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.